പന്തളം സുധാകരൻ, ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തലയും പറയുന്നത് കേട്ടു. ഭരണഘടനാ പദവിയിലിരിക്കുന്ന പി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം സ്പീക്കർ പദവി ഒഴിയണമെന്ന്, രാജിവെക്കണമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ശ്രീ വി രാജേഷ് പറഞ്ഞ ആ കാര്യം കൊണ്ടാണോ? 8-ാം തീയതി നിയമസഭ സമ്മേളിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതിനു മുൻപ് തന്നെ ഹാജരാകുവാനുള്ള നോട്ടീസ് പി ശ്രീരാമകൃഷ്ണന്റെ കൈകളിൽ എത്തിക്കും കസ്റ്റംസ് എന്ന്. അതുകൊണ്ടാണോ അദ്ദേഹം രാജിവെച്ചു പോകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ്? അല്ല, പ്രതിപക്ഷ നേതാവ് ആ ആവശ്യം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ സ്പീക്കർ എന്ന ആ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ നിയമസഭ എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കാവുന്നത്. ആ ശ്രീകോവിലിൻ്റെ നാഥനായി പ്രവർത്തിക്കുന്ന ഒരാൾ തീർച്ചയായും അങ്ങേയറ്റത്തെ സംശുദ്ധി വെച്ച് പുലർത്തുന്ന ഒരാളായിരിക്കണം. ഇവിടെ അതല്ല. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ല പറയുന്നത്. 164 അനുസരിച്ച് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ സ്വപ്നയും ശരത്തും അവരാരാണ്? സ്വാതന്ത്ര്യ സമര സേനാനികളാണോ? അതോ DYFIയുടെ പ്രവർത്തകരാണോ? അതോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണോ? ഒന്നുമല്ലല്ലോ. അവർ എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അന്താരാഷ്ട്ര ബന്ധമുള്ള രാജ്യദ്രോഹ കുറ്റം നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും നടത്തുന്ന പ്രതികളാണ്. ആ പ്രതികൾ അത് മാത്രമല്ല, ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രീരാമകൃഷ്ണൻ്റെയും CN രവീന്ദ്രൻ്റെയും ശിവശങ്കറിൻ്റെയും എന്ന് വേണ്ട CPMലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഇഷ്ടഭാജനങ്ങളായ 2 പേർ, ശരത്തും സ്വപ്നയും, അവരാണ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ മൊഴി നൽകിയതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അല്ലാതെ പ്രതിപക്ഷം ഉന്നയിച്ചല്ല. ഇന്നിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 6 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എന്താ? പുതിയതായി ഞാനിതാ ഒരു കാര്യം പ്രഖ്യാപിച്ചു, സത്യമേവ ജയതേ. എന്താണ് സത്യമേവ ജയതേ? ആ മുദ്രാവാക്യത്തിന് തന്നെ അപമാനമുണ്ടാക്കുന്ന ഒന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി. മാധ്യമങ്ങളെ എന്തിനു ബോധവൽക്കരിക്കണമെന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ സ്വപ്നയുടെയും സരിത്തിൻ്റെയും CM രവീന്ദ്രൻ്റെയും ശിവശങ്കറിൻ്റെയും KT ജലീലിൻ്റെയും കൊള്ളരുതായ്മകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന മാധ്യമങ്ങളെ അതിൽ നിന്ന് പിൻവലിപ്പിക്കുവാനുള്ള നാണക്കെട്ട്. നിങ്ങളൊരു ഓർഡിനൻസ് തന്നെ കൊണ്ടുവന്ന ഗവൺമെൻറ് ആണല്ലോ പിണറായി ഗവൺമെൻറ്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പറയുന്നു മാധ്യമങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി, വ്യാജ വാർത്തകളിൽ നിന്നും കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി സത്യമേവ ജയതേ. മറ്റേതെന്താണ്? അഴിമതി മുക്ത കേരളം. അഴിമതിയിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയാണ് പറയുന്നത് അഴിമതി മുക്ത കേരളമെന്ന്. ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളൂ, ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ആ സ്ഥാനത്തെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആ സ്പീക്കറുടെ ദേഹത്ത് ചെളി തെറിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഒരു നിമിഷം പോലും ആ ചെയറിൽ ഇരിക്കാൻ അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി അദ്ദേഹം നിരപരാധിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത്ര മഹത്തരമാണ് സ്പീക്കർ. ശ്രീ പന്തളം സുധാകരൻ, നിലവിൽ സ്പീക്കറിനെതിരെയുള്ള തെളിവ് എന്താണ്? നിങ്ങൾ നേരത്തെ ഈ സ്പീക്കറാണ് ഈ ഉന്നതൻ, ഡോളർ കടത്തിലെ ഉന്നതൻ എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായ സമയത്ത് സ്പീക്കറിനെ അടിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വടി ഉപയോഗിച്ചിരുന്നു. അത് നിങ്ങൾ പറഞ്ഞിരുന്നത് നിയമസഭയിലെ ധൂർത്തായിരുന്നു. നിയമസഭയിലെ ധൂർത്ത് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്കെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അതിപ്പോൾ എവിടെ നിൽക്കുന്നു? അല്ല, നിയമസഭയിലെ ധൂർത്തിനെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ശക്തമായിട്ട് ഉന്നയിച്ചല്ലോ. അതിനെ തുടർന്നല്ലേ നിയമസഭയിൽ തന്നെ ചർച്ച നടന്നില്ലേ? ഒരു സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊടുക്കുന്ന തരത്തിലേക്ക് ഈ സമീപകാലത്ത് ഇന്ത്യയിലെ ഈ ജനാധിപത്യ നിയമസഭാ ചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ തന്നെ വളരെ വളരെ അപൂർവമായി മാത്രമേ ഈ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയമായി പ്രതിപക്ഷം വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉന്നതൻ സ്പീക്കർ എന്ന രീതിയിലുള്ള പ്രചാരണം വന്നപ്പോൾ അത് നേരിട്ട് സ്പീക്കറെ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട്, ഡോളർ കടത്തിലെ ഉന്നതൻ സ്പീക്കറാണ് എന്ന കാര്യം നേരിട്ട് ഉന്നയിച്ചുകൊണ്ട് ആക്രമിക്കുന്നതിന് പ്രതിപക്ഷത്തിന് വിഷമമായിരുന്നു. കാരണം തെളിവുകൾ ഇല്ലായിരുന്ന സമയമായതുകൊണ്ട്. അപ്പോഴാണ് നിങ്ങൾ നിയമസഭയിലെ ധൂർത്ത്, അത് പഴയ കുറേ ആരോപണങ്ങളാണ്, അത് പൊടി തട്ടിയെടുത്തുകൊണ്ട് വന്നത്. അത് പക്ഷേ തിരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു. പിന്നെ അങ്ങനെയൊന്നും കേട്ടിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ വരുമോ എന്നറിയില്ല. കാരണം ഇന്ന് സ്പീക്കർക്കെതിരെയുള്ള മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി, സ്പീക്കറെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തയും പുറത്തു വന്നതോടുകൂടി
അല്ല മഞ്ജുഷ, അതങ്ങനെ പൊടി തട്ടി എടുത്തതല്ലോ. അതങ്ങനെ നമുക്ക് തമസ്കരിക്കാൻ കഴിയും? അത് നിലനിൽക്കുകയല്ലേ. പ്രതിപക്ഷമല്ലേ ഉന്നയിച്ചത്. പ്രതിപക്ഷം ആധികാരികമായി സഭയിൽ ഉന്നയിച്ച ഒരു കാര്യം നിലനിൽക്കുകയല്ലേ. പിന്നെ ഒരു കേസെന്ന് പറയുമ്പോൾ അതിൻ്റെ അന്വേഷണം വളരെ അനന്തമായി ചിലപ്പോൾ കേസ് നീങ്ങും, പലതരത്തിലുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇപ്പോഴും ഞങ്ങളാരും പറയുന്നില്ലല്ലോ. ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. സ്പീക്കർ അതായത് എന്താ കേസെന്താ? അതായത് കേരളത്തിൽ ഉണ്ടാക്കുന്ന കള്ളപ്പണം റിവേഴ്സ് ഹവാല എന്ന നിലയിൽ പുറത്തേക്ക് അയക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് സ്പീക്കറുടെ സ്പീക്കർ കൂട്ടുനിൽക്കുന്നു എന്നാണ് സ്വപ്ന പറഞ്ഞത്. അല്ല, പ്രതിപക്ഷ നേതാവല്ല പറഞ്ഞത്. ശ്രീ പന്തളം സുധാകരൻ, റിവേഴ്സ് ഹവാലയുടെ കാര്യമല്ല ഞാൻ അവസാനം ചോദിച്ചത് ഈ ധൂർത്തിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായ ദിവസങ്ങളിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതേക്കുറിച്ചാണ്. അതിപ്പോൾ തിരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചോ അതോ ഇപ്പോൾ സ്പീക്കർക്കെതിരെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി, ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം പുറത്തു വന്നതോടുകൂടി അത് വീണ്ടും ഉന്നയിക്കുമോ എന്നാണ്? അല്ല, തീർച്ചയായും ഉന്നയിക്കണമല്ലോ. അത് തീർച്ചയായും മറ്റത് ഞങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞ കാര്യമാണ്. സ്പീക്കർക്കെതിരായി അല്ലെങ്കിൽ സ്പീക്കറെ സംബന്ധിച്ച് പരാമർശം നടത്തി മൊഴി നൽകി എന്നുള്ളത്. ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മഹത്തരമായ പോസ്റ്റിന് നാണംകേട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പറഞ്ഞതാരാണ്? LDFൻ്റെ ഏറ്റവും ഇഷ്ടനായകന്മാരുമല്ലേ പറഞ്ഞത്. മാത്രമല്ല സ്പീക്കർ തന്നെ ഒരിക്കൽ സമ്മതിച്ചല്ലേ, എനിക്ക് സ്വപ്നയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പരിചയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ അവരുടെ ഒരു കാർബൺ കമ്പനിയോ അങ്ങനെ ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ പോയി. അതിനെ തുടർന്നുള്ള ചില വിക്രിയകളുടെയൊക്കെ വീഡിയോ പ്രചരിച്ചതല്ലേ. ഞാനത് എൻ്റെ സംസ്കാരം കൊണ്ട് ഞങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങൾ ആരും പറഞ്ഞില്ല. പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് 1992 പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് അന്ന് അതിന് ചിലവായത് 76 കോടി രൂപ എങ്ങണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശങ്കരദാസൻ തമ്പിയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം വീണ്ടും ഒന്ന് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി 16 കോടി ഉറുപ്പിക ചിലവായി എന്ന് പറഞ്ഞു. അതേപോലെ 1, 2 അങ്ങനെ സാധാരണ ഇതിന് മുമ്പൊന്നും ഒരിക്കലും നിയമസഭാ സ്പീക്കറുടെ ചെലവ് എന്ന് പറഞ്ഞാൽ നിയമസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന ചെലവിനെക്കുറിച്ച് നിയമസഭയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യാറില്ല, പത്രങ്ങളിൽ വരാറില്ല. നിയമസഭയിൽ ബഡ്ജറ്റിൽ പോലും അത് പരാമർശിച്ച് ചർച്ച ചെയ്യാറില്ല. അത്രമാത്രം വിശ്വാസ്യതയാണ് നിയമസഭ എന്ന മഹത്തായ സ്ഥാപനത്തിനുള്ളത്. പക്ഷേ ഇന്നിപ്പം വളരെ മോശമായില്ലേ ഈ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളെങ്കിലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓരോ ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടി ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാം. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ അണിയുടെ മാറിയിട്ടില്ല.